വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. അപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലെ നടപടിക്രമങ്ങളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ വിഷ്ണു പ്രകാശ് തുടരുന്നുണ്ട്. വിഷ്ണു, അല്പസമയത്തിനകം തന്നെ അവയവം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് യാത്രയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്പസമയം മുമ്പ് ഈ ആംബുലൻസ് ഡ്രൈവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ സമയമാണല്ലേ പറയുന്നത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും വഴിയിലുടനീളം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം കുട്ടിയുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവയവങ്ങൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും അത് വേർപെടുത്തുന്ന ജോലികൾ പൂർത്തിയായി. ഇനിയിപ്പോൾ അത് പാക്ക് ചെയ്ത് അത് വീണ്ടും ഈ ആംബുലൻസിലോട്ട് എത്തിക്കേണ്ട ഒരു സമയമാണ്. അതൊരു 15 മിനിറ്റ് എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ശസ്ത്രക്രിയ പൂർത്തിയായി. ഇനിയിപ്പോൾ അധികം വൈകാതെ പറയുന്നത് സമയപ്രകാരമാണെങ്കിൽ ഒരു 7-7:15 മുമ്പായി തന്നെ എന്തായാലും ഇവിടെ നിന്നും ആംബുലൻസ് പുറപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്കൂർ, അതും 3 മണിക്കൂർ താഴെയുള്ള സമയത്ത് എത്തുക. കാരണം എത്രയും വേഗം എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ലത് എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരം ഉള്ള ഓപ്പറേഷനുകളിലെല്ലാം പങ്കെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. ഏതായാലും 3 മണിക്കൂറിൽ താഴെയുള്ള സമയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ ഈ ട്രാഫിക് അടക്കം ക്രമീകരിക്കേണ്ട ജോലികളുണ്ട്. അതെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഈ ആംബുലൻസ് കടന്നു പോകുന്ന ഏതൊക്കെ റൂട്ടിലാണോ ഈ ആംബുലൻസ് കടന്നു പോകുന്നത് അവിടെയെല്ലാം ഉള്ള സ്റ്റേഷനുകളിലും അവിടുത്തെ ട്രാഫിക്കിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കടക്കം ഇതിന്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഇത് എത്തിക്കാൻ സാധിക്കും. അതുകൂടാതെ ഈ ആംബുലൻസിന് മുൻപിൽ പോലീസിന്റെ ഒരു എസ്കോർട്ടും ഇവിടെ മുതൽ അങ്ങ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കാണ് ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ എത്തിക്കുക. അപ്പോൾ ആ കിംസിലേക്ക് എത്തിക്കുന്ന അതേസമയം അവരെ ഈ ഒരു പൈലറ്റ് അത് തുടർന്നുകൊണ്ട് ഓരോ ലിമിറ്റിലും വെച്ച് മാറി അങ്ങനെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു താമസം എന്ന് പറയുന്നത് ആ ഒരു ശസ്ത്രക്രിയ പൂർത്തിയായി ആ അവയവങ്ങൾ ഈ ആംബുലൻസിലോട്ട് എത്തിക്കേണ്ട ഒരു താമസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു 15 മിനിറ്റ് സമയമാണ് നേരത്തെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഏതായാലും ആളുകളെല്ലാം ഇവിടെ ഇപ്പോൾ അതിന് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇവിടെ വാഹനങ്ങളടക്കം റെഡിയായി ഇരിക്കുന്നുണ്ട്. കൊണ്ടുപോകാൻ വേണ്ട ആംബുലൻസ് അടക്കമുള്ളവ ഇവിടെ റെഡിയായി തയ്യാറായി. വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ അവയവദാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും എയർ ആംബുലൻസ് സംവിധാനം അത് കൂടുതലും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അതിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റോഡ് മാർഗം എന്നുള്ള തീരുമാനമെടുത്തത്? നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ രാത്രി ആയതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മളോട് പോലീസ് അടക്കമുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇത് റോഡ് മാർഗം തന്നെ കൊണ്ടുപോകാനുള്ളൊരു റിസ്ക് എടുക്കുന്നതില്ലെങ്കിൽ അതിന് അങ്ങനെ തീരുമാനിച്ചതിന് കാരണമായി പറയുന്നത് അപ്രകാരമാണ്. ഏതായാലും അതിലൊരു വ്യക്തത നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല. അവർ കൃത്യമായിട്ടുള്ളൊരു മറുപടി നമുക്ക് ആ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഏതായാലും എത്രയും വേഗം ഇപ്പോൾ ഈ അവയവം കൊണ്ടുപോകണം, അതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് മാർഗം തന്നെ അത് കൂടുതൽ സമയം എടുക്കാതെ എത്രയും വേഗം എത്തിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇത് ഈ ഒരു മരണം ഡിക്ലെയർ ചെയ്ത് അതിന് പിന്നാലെ തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരുന്നു. അവർ ബന്ധുക്കളുമായും അതുപോലെ ഡോക്ടേഴ്സായിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് ഈ ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാക്കിയത് ഇതിന് ഇത്ര ഒരു സമയത്തിൻ്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ആദ്യഘട്ടത്തിൽ പോലീസിന് 2 റൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ നിന്നും മൂവാറ്റുപുഴ ആ വഴി പോകുന്ന അങ്ങനെ കോട്ടയത്തേക്ക് പോകുന്ന മാർഗവും രണ്ടാമത്തെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ റൂട്ടുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ആശയവിനിമയത്തിലൂടെ ആശുപത്രി അധികൃതരുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെ ഇവർ ഈ ഒരു റൂട്ട് തന്നെയാണ് വേണ്ടത്, അതിനുവേണ്ട നടപടികൾ ആയി മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. അപ്പോൾ അപ്രകാരം എത്രയും വേഗം തന്നെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു നടപടികൾ ഈ ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായി. ഇതിന് 2 ആംബുലൻസാണ് ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ആംബുലൻസിൽ ഈ അവയവങ്ങളുമായി എത്രയും വേഗം തന്നെ മൃതദേഹവും അതുപോലെ അവയവങ്ങളും ഇറക്കുമ്പോൾ തന്നെ അവയവങ്ങൾ ആദ്യം ഈ തയ്യാറാക്കി നിർത്തിയിട്ടുള്ള അമൃത ആശുപത്രിയുടെ D ലെവൽ ICU ആംബുലൻസിൽ കയറ്റി അത് തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. ഇവിടെ നിന്ന് കുന്നംപുറം, എടപ്പള്ളി, വൈറ്റില, തൃപ്പൂണിത്തറ അങ്ങനെ ഏറ്റുമാനൂർ, കോട്ടയം ആ ഒരു റൂട്ടിലായിരിക്കും ഈ ഒരു ആംബുലൻസ് കടന്നു പോവുക. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ, വേണ്ട നിർദ്ദേശങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഇടത്തെല്ലാം അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകി അത് അലർട്ട് ചെയ്യേണ്ട ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ ഓരോ പോയിന്റിലും അതിന് വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം തയ്യാറാക്കി നിർത്തിക്കൊണ്ട് ഈ ആംബുലൻസിന് സുഗമമായി
സുരക്ഷിതമായി കടന്നു പോകാൻ എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരം എത്തിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അധികം താമസിക്കാതെ തന്നെ ഒരു അവയവങ്ങൾ അത് പുറത്തോട്ട് എത്തിക്കും. അതിനുവേണ്ട ഒരു ഒരുക്കങ്ങൾ ഇപ്പോൾ ഈ അമൃത ആശുപത്രിയുടെ തന്നെ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഈ കാരണം ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ഒരു വാർത്തയും അതുപോലെ ഒരു വിവരങ്ങളും അറിഞ്ഞ് ഈ അമൃത ആശുപത്രിയുടെ തന്നെ പരിസരത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെ അടക്കം ഒതുക്കി നിർത്തേണ്ട ഒരു ജോലിയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു താമസവും ഒരു ഡിലേയും ഇതിന് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ അമൃത ആശുപത്രിയുടെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോൾ ഈ അവയവങ്ങൾ ഉടനെ തന്നെ പുറത്തോട്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതിനുവേണ്ട ഒരുക്കങ്ങൾ എല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവയവങ്ങൾ പുറത്തേക്ക് എത്തിക്കും. അപ്പോൾ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.